ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് വന്നിരിക്കുന്നത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഇവിടെ ഇന്നത്തെ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനേഴ്സ് ഷോ നടക്കുന്നത്. അതായത് കേരള ഗവൺമെൻറ്റായിട്ട് നടത്തുന്ന ഒരു ഷോയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഷോയിൽ ഞാൻ ഒരു ഡിസൈനറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഇത് ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനാണ്. 18 ഡിസൈനേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർ വന്നിട്ട് പല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് വെച്ചിട്ടുള്ള ഹാൻഡ്ലൂം കളക്ഷൻസിന് പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു ഫാഷൻ ഷോ ആണ്. അപ്പോൾ ഫാഷൻ ഷോ അല്ല, ഒരു കോമ്പറ്റീഷൻ പോലെയാണ്. അപ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ഷോ ആണ്. കാരണം കേരള ഗവൺമെൻറ് ആകുമ്പോൾ അത്രയ്ക്കും വാല്യൂ ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ഷോ ആണ്. അപ്പോൾ അതിലാണ് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നത്. 2 ദിവസമായിട്ടാണ് ഇത് നടക്കുന്നത്. ഷോ വരുന്നത് പിറ്റേ ദിവസമാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഗ്രൂമിങ് സെക്ഷനും പിന്നെ കുറച്ച് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ ഡിംപിൾ ബാലാണ്, അതായത് ബിഗ് ബോസിലൊക്കെ കണ്ടവർക്ക് അറിയായിരിക്കും. ബിഗ് ബോസിലെ ഡിംപിളാണ് നമ്മുടെ കൊറിയോഗ്രാഫി പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊറിയോ നടക്കുന്ന സമയമാണ്, നല്ല വെയിലാണ്. അപ്പോൾ ആ കൊറിയോ ടൈമിലാണ് ഞാൻ എത്തുന്നത് രാവിലെ. ഞാൻ ആക്ച്വലി കുറച്ച് ലേറ്റായി എത്തുന്ന സമയത്ത്, കാരണം കോസ്റ്റ്യൂംസൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. ഓൾറെഡി അവർ കൊറിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതാണ്, ആ സെക്ഷനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി മോഡൽസ്, കേരളത്തിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ ഒരു ഡിസൈനറിന് 5 മോഡൽസിനെ വെച്ച്, അതായത് 5 ഡിഫറെൻറ്റ് ഡിസൈൻസാണ് പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഹാൻഡ്ലൂമാണ് നമ്മുടെ തീം. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റീവ് സാധനങ്ങൾ നമ്മളിവിടെ ഷോക്കേസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷനാണ്. വേറെ ഒരു രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ സാധനങ്ങളും സസ്റ്റൈനബിൾ അല്ലാത്ത ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഒൺലി ഹാൻഡ് മെയ്ഡ് ആൻഡ് ഹാൻഡ്ലൂം സാധനങ്ങൾ മാത്രമുള്ള ക്രിയേറ്റിവിറ്റിയാണ്. സോ ഞാനതിൽ എൻ്റെ തീം എന്ന് പറയുമ്പോൾ കേരള സ്റ്റൈൽ തീമായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വഴിയെ കാണാൻ പറ്റും. കേരള സ്റ്റൈലിൽ ഒരു ഫ്ലോറൽ തീമാണ് എൻ്റെ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്കതൊക്കെ വഴിയെ കാണാം. നമുക്കപ്പോൾ ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. നമുക്ക് അവിടെ പോയിരിക്കാം. അവളെടുക്കട്ടെ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇൻട്രോ. വ്ളോഗ് എടുക്കുന്നുണ്ട്. ഹായ് ലോയോള, ഒരു സേ ഹായ് ടു മൈ യൂട്യൂബ് വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്. അതെ, ഒരു ഹായ് പറ, വെറുതെ ഒരു ഹായ് പറ. യാ, സോ നമ്മളിപ്പോൾ എന്തിനാണ് വന്നേക്കുന്നതെന്ന് റാമല്ല, റാമ്പ്. യാ, പറഞ്ഞോ. അതെ, നമ്മൾ ആരാണ് ഇന്ന് ഗ്രൂം ചെയ്തേക്കുന്നത്? നമ്മുടെ കൊറിയോഗ്രാഫർ ആരാ ഇന്നത്തെ? അതെ, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. ഹംബിൾ, ഡിംപിൾ ഹംബിൾ. അതെ, ഇതിനകത്ത് ഞാൻ എന്തെല്ലാം ക്ലിപ്പ് ആഡ് ചെയ്യും. മൈ ഗോഡ്, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ കൊറിയോയും ഗ്രൂമിങ്ങും കഴിഞ്ഞ് എനിക്ക് ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹാൻഡ്ലൂം പ്യുവർ ഹാൻഡ്ലൂം ആണെന്ന് ചെക്ക് ചെയ്യും. അതാണ് ഇൻസ്പെക്ഷൻ. ക്വാളിറ്റി ചെക്ക് ഉണ്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി മെയ്ഡ് ആണോ അല്ലെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആണോ പ്യുവർ ഹാൻഡ്ലൂം ആണെന്നൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്പെക്ഷൻ. ഞാൻ അപ്പോൾ ടെൻഷൻ അടിച്ച് മരിച്ചിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ചെക്കൊക്കെ ഞാൻ പാസ്സായി, വിജയകരമായി ഞാൻ പൂർത്തിയാക്കി ഞാൻ പുറത്തേക്ക് വന്നിരിക്കും. സോ ക്വാളിറ്റി ചെക്കിൻ്റെ സമയത്ത് ഡിസ്ക്വാളിഫൈ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡിസൈൻസിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യാലിറ്റിയോ ഹാൻഡ്ലൂം അല്ലായ്മയോ ക്വാളിറ്റി ഇല്ലായ്മയോ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും ഡയറക്റ്റായിട്ട്. അപ്പോൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്കൊരു വൈവേ പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യനെയർ പോലെ നമ്മുടെ ഡിസൈൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചു. അപ്പോൾ നാഷണൽ ഹാൻഡ്ലൂം ഡേ അനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. സോ ഹാൻഡ്ലൂമിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഷോ ആയതുകൊണ്ട് എന്ത് സാധനങ്ങളും വന്നാലും അതെല്ലാം ഹാൻഡ്ലൂമാണ്. നമുക്ക് തീംസ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒൺലി ഹാൻഡ്ലൂം ആയിരിക്കണം. പവർലൂം സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് തന്നെ ഇതൊരു ചലഞ്ചിങ് ആയിരുന്നു. മാത്രമല്ല ഞാനിതിന് പങ്കെടുക്കുന്നത്, അതായത് ഇതിന് ഞാൻ ജോയിൻ വെറും 2 ഡേയ്സിൽ മുന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. സോ 2 ഡേയ്സിലാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നത്. 2 ദിവസം ഇരുന്നിട്ടാണ് ഈ 5 ഡ്രസ്സും ഞാൻ ഒറ്റയ്ക്ക്
സ്റ്റിച്ച് ചെയ്ത് സെൽഫ് ഡിസൈൻ ചെയ്ത് സെൽഫ് സ്റ്റിച്ച് ചെയ്ത് സെൽഫായിട്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. സോ ഇതെനിക്കൊരു ഭയങ്കര വലിയൊരു ചലഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ചെക്ക് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് അടിപൊളിയായിട്ട് അത് പാസ്സായി. ക്വസ്റ്റ്യനെയറും ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ അടുത്ത ഡേക്ക് വേണ്ടി റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നൈറ്റായി, നല്ല രാത്രിയായിട്ടും കൊറിയോ ഇവരുടെ കഴിഞ്ഞിട്ടില്ല. ഏകദേശം അന്നത്തെ ദിവസം വൈൻഡപ്പായി. അപ്പോൾ ഫസ്റ്റ് അധികം ഒന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനത് ഫസ്റ്റ് ടൈം ഈ ഷോ ഒരു കോമ്പറ്റീഷനായിട്ട് പോയത് കൊണ്ട് തന്നെ അത്യാവശ്യം ഇൻസൈഡ് കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വ്ളോഗിൽ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ആക്ച്വലി. സോ നമുക്കിനി സെക്കൻഡ് ഡേ ആണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡേ കാണാം. അങ്ങനെ രാവിലെ രണ്ടാമത്തെ ദിവസം ഇന്നാണ് നമ്മുടെ ഷോ വരുന്നത്. അപ്പോൾ ഞാനും അഞ്ജു ഉണ്ടായിരുന്നു. അഞ്ജു എൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് അഞ്ജുവിൻ്റെ വീടിനേക്കാളും എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് വരാമെന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റ് പോവുകയാണ്. ബിക്കോസ് 8 മണിക്ക് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ കൊറിയോഗ്രാഫി ഉണ്ട്. സോ അതുകൊണ്ട് അഞ്ജു വേറൊരു ഡിസൈനറിന് വേണ്ടിയിട്ട് മോഡലായിട്ടാണ് ഇറങ്ങുന്നത്. അഞ്ജു ഒരു പ്രൊഫഷണൽ മോഡലാണ്. ഇത് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. രാത്രി ഒന്നും ഉറക്കമില്ലായിരുന്നു. ബിക്കോസ് രാത്രി നല്ല ഡിലേ ആയിട്ടാണ് എത്തിയത്. എങ്ങനെയുണ്ട് അഞ്ജു? അതൊരു കംഫർട്ടബിൾ ഫുഡാണ് എപ്പോഴും ഈ മസാല നെയ് റോസ്റ്റ്. സോ ടേസ്റ്റി. സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഈ സാധനം. എൻ്റെ ഫേവറേറ്റ് ആണ്. സോ ലോങ് ജേർണി. അപ്പൊ ഈ കണ്ണൂരിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് വന്നവർക്ക് എങ്ങനെയായിരിക്കും ഈ ഡ്രസ്സൊക്കെ കേട്ടോ? സോ ഡേ 2 ആണ്. അപ്പോൾ ഇന്നായപ്പോൾ ഞാൻ കുറച്ചും കൂടി വ്ളോഗിൽ അവെയറായി ഒരു സമയത്ത്. കാരണം കൊറിയോഗ്രാഫി നടക്കുന്ന ടൈമാണ്, ഗ്രൂമിങ്. അപ്പോൾ ഈ സമയത്ത് എനിക്കൊന്നും ആക്ച്വലി ചെയ്യാനില്ല. ബിക്കോസ് ഡിസൈൻസൊക്കെ ഇൻസ്പെക്ഷൻ സമയത്ത് അവർ ഇന്നലെ അവിടെ നിന്ന് നമ്മളെ മേടിച്ച് വെക്കും. നമ്മളെ കയ്യിൽ തരത്തില്ല. പ്രോഗ്രാം സമയത്തിന് മുന്നേ തരത്തുള്ളൂ. സോ അപ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. സോ ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വ്ളോഗ്സിൻ്റെ പോർഷൻസൊക്കെ എടുത്തു. അപ്പോൾ ഇന്നാണ് ആ ബിഗ് ഷോ. സോ ഹായ് ഗൈസ്. സോ ഡേ 2 ഓഫ് അവർ ഡിസൈനേഴ്സ് ഷോ, ഡിസൈനർ കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ വീണ്ടും ക്രാഫ്റ്റ് വില്ലേജിലാണ് വന്നേക്കുന്നത്. എല്ലാം നമ്മുടെ ടീംസ് പിള്ളേരൊക്കെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. സേ ഹായ് പ്ലീസ്. യാ, അപ്പോൾ കൊറിയോഗ്രാഫി ആണ് രാവിലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും 8 മണിക്ക് എത്താൻ പറഞ്ഞു. ഞങ്ങളിപ്പോൾ തന്നെ 9:30 ഇത് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു ഭയങ്കര വെയിലാണ്. ഈ ടൈമിലായിരിക്കും കൊറിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് പിന്നെ നമുക്കൊരു സെഷനുണ്ട്. ലൈക്ക് ഡിസൈനേഴ്സിൻ്റെ ഒരു വൈവ പോലെ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ സെക്ഷൻ ജഡ്ജസിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റേജിൽ ഇവരുടെ സിംഗിൾ വോക്കുണ്ട്, ഗ്രൂപ്പായിട്ടുള്ള വോക്കുണ്ട്, പിന്നെ ഡിസൈനറിൻ്റെ കൂടെ ഡിസൈനർ വോക്കുണ്ട്. ഇതാണ് അപ്പോൾ ഇന്നത്തെ ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ. അപ്പോൾ എത്രത്തോളം ഇന്നത്തെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം. നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചേക്കുന്നത്. അല്ലാതെ എനിക്ക് പിന്നെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. സോ എല്ലാം കൂടെ കൊണ്ടും ഒരു ഫേവറബിൾ കണ്ടീഷൻ. അപ്പോൾ ബാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും പറ്റുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ. സോ അതൊക്കെയാണ് നമ്മൾ ഡിംപിൾ ബാളാണ് നമ്മുടെ കൊറിയോഗ്രാഫി. ഇന്നലത്തെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രാഫ്റ്റ് വില്ലേജ്. ഈ ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇവിടെയാണ് നമ്മൾ ആദ്യം നമ്മുടെ കല്യാണം നടത്താനുണ്ടായിരുന്നത്. ആ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും. കല്യാണം നടത്താൻ വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തത് ഈ ഒരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഡിസൈനർ വർക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിഗ് ഷോ എന്ന് പറഞ്ഞതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേരള സർക്കാർ നടത്തുന്ന, അതായത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നേരിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഹാൻഡ്ലൂം ഡേ സംബന്ധിച്ച് ഹാൻഡ്ലൂമിനെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഷോയാണ്. IFTV ആണ് ഇതിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 2 ബ്രാൻഡ്സ്, അതായത് 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ള സ്ഥലം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ വാല്യൂവും നമുക്ക് അതിൻ്റേതായ ഒരു പ്രൊമോഷനും നമുക്ക് കിട്ടും. സോ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതായത് സ്റ്റേജിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഞാനിതിലൊരു കോമ്പറ്റീറ്ററായിട്ട് അല്ല ഞാനിതിൽ വന്നേക്കുന്നത്. ഞാനിതിനെ കോമ്പറ്റീഷൻ മോഡൽ ഇതിനെ ഞാൻ ചിന്തിച്ചിട്ട് പോലും, ഐ സ്വെയർ, ഞാൻ അങ്ങനെ
ഇന്ന് വരെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന്. കാരണം ഞാൻ ആ ഒരു മൈൻഡിലല്ല. എനിക്ക് ഇത്രയും വലിയ ഡിസൈനേഴ്സ് 18 തരത്തിലുള്ള ഹൈപ്പുള്ളവരുണ്ട്, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട്, സെലിബ്രിറ്റി ഡിസൈനേഴ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡിസൈനേഴ്സ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഡിസൈനേഴ്സും പങ്കെടുക്കുമ്പോൾ ആ 18 പേരിൽ ഒരാൾ ആകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് ഇത്രയും പേര് വരുമ്പോൾ എൻ്റെ നാഷ് ഡിസൈൻസിൻ്റെ കോസ്റ്റ്യൂംസും എൻ്റെതായ രീതിയിൽ എനിക്ക് സ്റ്റേജിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിനാണ് ഞാൻ 2 ദിവസം ഉറങ്ങാണ്ടിരുന്ന്, ലിറ്ററലി എനിക്ക് ഉറക്കമില്ല, 2 ദിവസം ഫുൾ ഡേ ഉറങ്ങാണ്ടിരുന്നിട്ടാണ് ഞാൻ ഈ 5 കോസ്റ്റ്യൂമും ചെയ്യുന്നത്. 5 കോസ്റ്റ്യൂമും അതിൻ്റെ കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒത്തിരി ഉണ്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്രത്തോളം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത് വന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഒരിക്കലും അതൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിലല്ല. ഞാൻ ഒരിക്കലും പ്രൈസ് എന്ന് ഞാൻ ചിന്തിക്കുന്നേയില്ല. 1,50,000 ഒക്കെ വലിയ എമൗണ്ടാണ്. പക്ഷേ എനിക്കത് വേണം എന്നുള്ള ആഗ്രഹം പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഈ സമയത്ത്. ബിക്കോസ് എനിക്കത് കോമ്പറ്റീഷൻ ഞാനത് ചിന്തിക്കുന്നില്ല, അത്രത്തോളം ഞാൻ വളർന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ എങ്കിലും എനിക്ക് ആ ഒരു സ്റ്റേജിൽ, അത്രയും വലിയ പ്രൈസ് മണി കൊടുക്കുന്ന ഒരു സ്റ്റേജിൽ എനിക്ക് എൻ്റെ ഡിസൈൻസ് കാണിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഹങ്കാരമാണെന്ന് വിചാരിച്ചു. അഹങ്കാരമാണ്. സോ അങ്ങനെയാണ് ഞാനിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എത്രയും റിസ്ക് എടുത്തിട്ടാണെങ്കിലും 2 ദിവസം കൊണ്ട് ഞാനിത് ചെയ്തു വരാനുള്ള കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോഡൽസ്. എല്ലാം കുഞ്ഞു പിള്ളേരാണ്, ഒരുപാട് കുഞ്ഞല്ല. കാരണം നമുക്ക് ഏജ് കാറ്റഗറി ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്. അത് ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് 18+ മാത്രമേ മോഡൽസിന് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും 28 ബിലോ ആയിട്ടുള്ള ആൾക്കാർ. ഇതാണ് എൻ്റെ ഉണ്ടയാണ്. ഇവരൊക്കെയാണ് എൻ്റെ ഒഫീഷ്യൽ മോഡൽ. നാഷ് ഡിസൈൻസിന്റെ ആദ്യത്തെ മോഡൽ ഞാനായിരുന്നു. പക്ഷെ ഇവിടെ എന്നെ തേച്ചു, ഇതിൽ എന്നെ അവള് കേട്ടില്ല. മാത്രമേ കാണത്തുള്ളൂ. എന്റെ ഒരു ഗതികേട്. ഇവളെന്നെ തേച്ചു പറഞ്ഞു വരുന്ന എന്റെ ഹീല് പോയ പോക്കണ്ട നീ. ബട്ടർഫ്ലൈ ആണ്, അവള് പറക്കുക. ഗൈസ് നബിഹാഷ ഷുബേറിൻ്റെ അതെ പട്ടി ഷോ കാണണമെങ്കിൽ ഇതാ നിൽക്കുന്നു. അവിടെ പോയി ഇവിടെ പോയി പറയുന്നു ഗൈസ്. അതെ അതെ ഉള്ളതാണ് വാസ്തവികത. പക്ഷെ ചുമ്മാ അവളിങ്ങനെ നടക്കുന്നതും തിരിയുന്നതും കുറച്ച് പോർഷൻസ് യൂട്യൂബിൽ വരണം. അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഈ ക്ലിപ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത കൈ എയർ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്യും. എന്റെ പിള്ളേരുടെ സാധനം എടുക്കാം. പിള്ളേരുടെ ക്ലിപ്പ് എടുക്കട്ടെ എന്നാണ് ഒരു ക്ലിപ്പ് നല്ലത് കിട്ടിയിട്ടുണ്ട്. സാധനം എടുക്കട്ടെ, അത് മാറ്റിട്ട് എന്റെ പിള്ളേരുടെ ക്ലിപ്പ് എടുക്കട്ടെ. ഓയ് 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 നബിഹയുടെ കിടില മോഡൽസ്. മാളൂന് തെറ്റി. ഇതാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിന്റെ ബൊഫേ. അങ്ങനെ സായിക്ത അമ്മുവിന്റെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ റാം ഷോ ആണ് ഇന്ന് നമ്മൾ സായിക്ത അമ്മുവിനെ കാണാൻ പോകുന്നത്. ബിഹൈൻഡ് ദ സീൻസിലല്ല, അവസരം തന്നെ അഞ്ജുനോട് നന്ദി പറയാൻ പ്രത്യേകം അവള് പറഞ്ഞത് കൊണ്ട് പറയുന്നു. ഒരു ജസ്റ്റ് മിസ്സിൽ എൻ്റെ മോഡൽ ആവാതെ മിസ്സായി പോയതാണ്. ജസ്റ്റ് മിസ്സിൽ. ഇപ്പൊ സായിക്ത അമ്മുവിനെ ഇനി കാണാൻ പോകുന്നത് ബിഹൈൻഡ് ദ സീൻസിലല്ല, ഇനി കാണാൻ പോകുന്നത് റാമ്പിലാണ്. എന്താവുമെന്ന് ബാക്കിലൊരു ലൈറ്റ് വരെ ഇട്ട് അവർ ലൈറ്റ് அழகா ஒரு பொண்ணை பார்த்தே உடனே பஞ்சரானே கண்ணாயில கரண்டா கன்ஃபியூஷன்
ഈ ബാലൻസ് ഞങ്ങളുടെ റീലൊന്നും തരുമോ? എടാ ബാ കഴിഞ്ഞു. അപ്പോൾ മേക്കപ്പ് ആൻഡ് സ്റ്റൈലിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഷോർട്സ് ഒന്നും ഞാൻ ക്യാപ്ചർ ചെയ്തില്ല, ബിക്കോസ് അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു. എല്ലാവർക്കും സ്റ്റൈൽ ചെയ്യണം, പിന്നെ ഞാനും റെഡി ആവണം. പക്ഷേ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ നിന്നില്ല. എൻ്റെ സ്വന്തം സെൽഫ് മേക്കപ്പ് തന്നെ ചെയ്ത് ലിപ്സ്റ്റിക് ഇടുകയാണ് ചെയ്തത്. എൻ്റെ ഒരു നോർമൽ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത്, കാരണം എൻ്റെ കൂടെ കോസ്റ്റ്യൂം ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. സോ നോർമലി ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത്. നമ്മുടെ വോക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കോമ്പറ്റീഷൻ ഇതിൽ വരുന്നതല്ല. സോ അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല എന്നുള്ളത് ശരിയാണ്. നോർമൽ ഒരു കോസ്റ്റ്യൂം, നമ്മുടെ നാഷണൽ സയൻസിന് ഒരു കോസ്റ്റ്യൂം ഇട്ടു. ഇവരുടെ തീമുമായിട്ട് ബന്ധം വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്കൊരു ഇൻസ്പെക്ഷൻ പിന്നെ ഉണ്ടായിരുന്നു, അതായത് കോസ്റ്റ്യൂംസിൻ്റെ ക്ലോസർ ലുക്കിലുള്ളൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തത് നമ്മളിപ്പോൾ കണ്ട ശാലിനി മാമാണ്. ശാലിനി ജെയിംസ് എന്ന് പറയും, മന്ത്ര വെഡ്ഡിങ് ബ്രാൻഡിൻ്റെ ഓണറാണ് പുള്ളിക്കാരി. ഒരു വലിയ ഫേമസ് ഡിസൈനറാണ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് നമ്പേഴ്സ് കിട്ടി. ആ ചെസ്റ്റ് നമ്പർ വെച്ചിട്ട് നമ്മൾ അവരുടെ ശാലിനി മാമിൻ്റെ അടുത്തുള്ള ഒരു ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ഗേൾസ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞ പോലെ കേരള സ്റ്റൈലിൽ ഫ്ലോറൽ തീംഡ് ആണ്. ഓരോ ഡ്രസ്സിനും ഓരോ ഫ്ലവേഴ്സിൻ്റെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് റാമ്പിൽ കാണാം. വേറെ ഒരു ഷോർട്സും ഞാൻ എടുത്തിട്ടില്ല. സോ അപ്പോൾ റാമ്പിലേക്ക് എല്ലാവരും എത്തി, നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അഞ്ജുവിൻ്റെ ടീമാണ് ഫസ്റ്റ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഇതായിരുന്നു. ഓരോരോ ടീംസിന് മാത്രം കൊറിയോ ഫ്രണ്ടിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കൊറിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ടീമാണ്, എൻ്റെ പിള്ളേരാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നല്ല ഗ്രേസോടുകൂടി തന്നെ ചെയ്തു ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പക്കാ കേരള സ്റ്റൈലിലുള്ള ഔട്ട്ഫിറ്റാണ്. ഓരോന്നും ഓരോ പാറ്റേണിലാണ്. സാരിയും അതുപോലെ ധാവണി ആൻഡ് സ്കേർട്ട് ആൻഡ് ടോപ്പ്, പിന്നെന്താണ് ഒരു ഗൗൺ ഉണ്ട്, ഒരു ഫ്രോക്ക് ഉണ്ട്. അങ്ങനെ 5 സ്റ്റൈലും 5 എണ്ണം ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഓരോ ഫ്ലവറിനെ റെപ്രസെൻറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ജമന്തി, സൂര്യകാന്തി ആൻഡ് അരളിപ്പൂവ്, പിന്നെ റോസാപ്പൂ, പിന്നെ തുമ്പ, അങ്ങനെയുള്ള 5 ഫ്ലവേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ പോലെയാണ് ഡ്രസ്സ് ചെയ്തത്. സോ അതിന് ഇൻ ബിറ്റ്വീൻ എല്ലാവരുടെ പെർഫോമൻസും ഉണ്ടായിരുന്നു. അതിനുശേഷം അവസാനമായിരുന്നു ഡിസൈനേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓരോ ഡിസൈനേഴ്സിൻ്റെ കൂടെ അവരുടെ മോഡൽസ് വരുന്നതാണിത്. അപ്പോൾ ഇത് എൻ്റെ ഡിസൈനർ വോക്കാണ്. സോ ഞാൻ കൂടുതലൊന്നും പ്രിപ്പയർഡ് അല്ലായിരുന്നു, ബിക്കോസ് കോസ്റ്റ്യൂം പോലും ഞാൻ പഴയ ഒരു കോസ്റ്റ്യൂം നാഷ് ഡിസൈൻസിൻ്റെ തന്നെ മുന്നേ ചെയ്തൊരു കോസ്റ്റ്യൂമാണ് ഇട്ടത്. സോ ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്ക്. അപ്പോൾ ഞാൻ അവരുമായിട്ട് അക്കോർഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ്ലൂം തന്നെ ഞാനും ചൂസ് ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്കൊരു പ്രൗഡ് മൊമെൻ്റാണ് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ ഇത്രയും ഡിസൈനേഴ്സിൽ ഒരാളായിട്ട് എൻ്റെ ഡിസൈൻസ്, നാഷ് ഡിസൈൻസിൻ്റെ ഡിസൈൻസ് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അതുപോലെ തന്നെ സൂപ്പർ പ്രൗഡുമാണ്. That was Nabiha with her models. Next ഞാനിങ്ങനെ ചോദിച്ചു, തീർന്നോ? അപ്പം കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അങ്ങനെ ഒരു ഇതായിപ്പോയി എനിക്ക്. ആൻഡ് ഞാൻ ഇവിടെ കുറച്ച് നേരത്തെ എത്തി. ഇവിടുത്തെ സ്റ്റോറുകൾ എല്ലാവരും തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആക്ച്വലി I got the opportunity to visit every store. അതിന് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ ഉണ്ടാക്കിയ കേരള Envision 2024 Shruti Sitara here with us on the stage and momentum നൽകുന്നതിനായി അങ്ങനെ നമ്മുടെ ഫിനാലയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒഫീഷ്യൽസിൻ്റെ സ്പീച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നത്. സോ ജഡ്ജ്മെൻറ്റിൽ കൊച്ചിയിലുള്ള ഡിസൈനറിനാണ് ക്യാഷ് പ്രൈസ് കിട്ടിയത്. ഷീ മസ്റ്റ് ബി പ്രൗഡ് ആൻഡ് ഐ ആം ഓൾസോ പ്രൗഡ്, സൂപ്പർ പ്രൗഡ്. കാരണം ഈ ഒരു കോമ്പറ്റീഷനിൽ 18 ഡിസൈനേഴ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസൈനർ ഞാനായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അതിലൊരു ചെറിയൊരു ഐ ഫീൽ പ്രിവിലേജ്ഡ്. ഈ ഒരു ഏജിൽ തന്നെ എനിക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഇയർ ഈ ക്യാഷ് പ്രൈസ് ഇപ്പോൾ നമ്മുടെ ആയിരിക്കാം. ഹൂ നോസ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ.